ബഹുമാനപ്പെട്ട ഷൈഖുന ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളുടെ നാമധേയത്തിലാണ് ഈ സ്ഥാപനം തുടങ്ങുന്നത് എന്ന് എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. ബഹുമാനപ്പെട്ടവരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട സ്ഥാപനമായി അള്ളാഹു ഇതിനെ നിലനിർത്തുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവരുടെ പേരിൽ എല്ലാവരും ഒരു ഫാത്തിഹ ഓതിയതിന്റെ ശേഷം നമ്മൾക്ക് തുടങ്ങാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. എല്ലാവരും ബഹുമാനപ്പെട്ട ഇമാം മഹല്ലി, ഇമാം സുയൂത്തി, ഷാഫി മദ്ഹബിലെ മഹാന്മാരായ രണ്ട് പണ്ഡിതന്മാർ, പകുതി ഇമാം മഹല്ലി തങ്ങളും അതിന്റെ ശേഷമുള്ള പകുതി ഇമാം സുയൂത്തി തങ്ങളും, ആ രണ്ട് മഹാന്മാർ തയ്യാറാക്കിയിട്ടുള്ള തഫ്സീറുൽ ജലാലൈനി, രണ്ട് ഉന്നത വ്യക്തിത്വങ്ങൾ തയ്യാറാക്കിയ മഹത്തായ തഫ്സീർ എന്ന പേരിൽ അറിയപ്പെടുന്ന തഫ്സീറുൽ ജലാലൈനി, ആ തഫ്സീറുൽ ജലാലൈനിയുടെ നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് ചൊല്ലിക്കൊടുത്തുകൊണ്ടാണ് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്നത്. അതുകൊണ്ട് ആ മഹാന്മാരുടെ ഒക്കെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാവരും ഈ ചൊല്ലിത്തരുന്നത് എല്ലാവരും ഒന്നിച്ച് ചെല്ലുക. പ്രത്യേകിച്ച് പഠിക്കാൻ വന്ന വിദ്യാർത്ഥിനികൾ പ്രത്യേകം ചെല്ലുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. اللهم رب يسر ولا تؤسر رب زدني علما وحلما وفهما وعقلا وأدبا كاملا. اللهم رب يسر ولا تؤسر رب زدني علما وحلما وفهما وعقلا وأدبا كاملا. اللهم رب يسر ولا تؤسر رب زدني علما نافعا وفهما ثاقبا وحفظا واسعا وعقلا كاملا وأدبا تاما. اللهم رب تمم بالخير والسعادة برحمتك يا أرحم الراحمين. بسم الله الرحمن الرحيم. الحمد لله حمدا موافيا لنعمه مكافئا لمزيده. والصلاة والسلام على سيدنا محمد وآله وصحبه وجنوده. بسم الله الرحمن الرحيم. ألف لام ميم. الله أعلم بمراده بذلك.
الحمد لله الحمد لله الملك الحق المبين الله الملك الحق المبين ذي القوة المتين والصلاة والسلام على سيدنا محمد الصادق الوعد الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقل رب زدني علما صدق الله مولانا العظيم ബഹുമാനികളെ, വളരെ നല്ല ഒരു ശുഭലക്ഷണമാണ് നമ്മൾക്കുണ്ടായത്. നമ്മളുടെ ഉദ്ഘാടനത്തോട് ചേർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരത്ഭുതകരമായ രീതിയിലുള്ള ഒരു മഴ വർഷിക്കുകയും ആ ഉദ്ഘാടനത്തിന്റെ പദങ്ങൾ നിർത്തുന്നതോടുകൂടെ ആ മഴ നിൽക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ശൈഖുനായുടെ പേരിൽ ഫാത്തിഹ ഓതിക്കൊണ്ട് തുടങ്ങിയ ഈ ഉദ്ഘാടനം ഇൻഷാ അല്ലാഹു അത് കബൂൽ ചെയ്തിരിക്കുന്നു. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു അത് വമ്പിച്ച വിജയമായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ ഈ മഹല്ല ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ള ഒരു സംരംഭം, ഖാലിസായ മറ്റുള്ളതൊന്നും കൂടി ചേർക്കാതെ ശരീഅത്ത് വനിതാ കോളേജ്, ശരീഅത്തിന്റെ ഇൽമ്, ദീനിന്റെ ഇൽമ്, ദീനിന്റെ ഉസൂൽ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് ഈ ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട റഷീദാജി അവർ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിക്കുകയും എന്റെ സന്തോഷം രേഖപ്പെടുത്തുകയും ചെയ്തു. മാത്രമല്ല, ഞാൻ എന്റെ നാട്ടിൽ ഞങ്ങൾ ജാമിയയുടെ ജൂനിയർ കോളേജ് നടക്കുന്നുണ്ട്. എന്റെ മഹല്ലത്തിൽ ഞാൻ പ്രസിഡന്റാണ്. കാളാവ് സൈദുൽ മുസ്ലിയാല എന്റെ സെക്രട്ടറി. അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മൾക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾക്കും ഇവിടെ ഇതുപോലെ ഒരു സ്ഥാപനം തുടങ്ങണം, നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞു. നമ്മുടെ ഈ കാലഘട്ടത്തിനെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, മുൻകാലങ്ങളെപ്പോലെയല്ല നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ ചെറിയ ചെറിയ കുട്ടികൾ ഇന്നത്തെ സംവിധാനങ്ങൾ, പുതിയ പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഒരു മൊബൈല് ലോകത്തുള്ള സകല കാര്യങ്ങളും ഇന്ന് ഒരു ചെറിയ ഒരു പോക്കറ്റിലിടുന്ന ഒരു മൊബൈല്. എന്താണ് ഇന്നത്തെ ലോകമെന്ന് പറയുന്നത്? ഒരു ചെറിയ പെന്ന് പോലത്തെ, പെന്നിന്റെ അത്രയില്ല, ഒരു കടലാസ് പെൻസിലിന്റെ ഒരു മുറി പോലത്തെ ഒരു ചെറിയൊരു സാധനം, അല്ലെങ്കിൽ ഒരു പപ്പടം പോലത്തെ ചെറിയൊരു സാധനം. അതിലൊക്കെ എത്രയോ ആയിരക്കണക്കിൽ വാല്യങ്ങൾ, കിതാബുകൾ അതിലൊതുങ്ങിക്കുക. അതിങ്ങനെ കുത്തി കൊടുത്തിട്ട് ഒന്ന് സ്വിച്ച് അമർത്തിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ. എന്താ ലോകം! കിതാബുകളാണെങ്കിൽ അങ്ങനെ, വലാലത്താണെങ്കിൽ അങ്ങനെ, ബിദ്അത്താണെങ്കിൽ അങ്ങനെ, എല്ലാം അവനവന്റെ വീട്ടിലിരുന്ന്, അവനവന്റെ കസേലയിലിരുന്ന് എല്ലാം കാണാനും മനസ്സിലാക്കാനും നന്നാവാനും വഴിപിഴക്കാനും കൂടുതൽ വഴിപിഴക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഉള്ള ഒരു കാലഘട്ടം. വളരെ 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 വേഗത്തിൽ കാലങ്ങൾ ഇങ്ങനെ മാറി മാറി മാറുവന്നുകൊണ്ടിരിക്കുക. ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ പഴഞ്ചനായി. ഇന്നത്തെ ഈ അവസ്ഥ വളരെ പഴഞ്ചനാണ്. ആർക്കു വേണം ഇതൊക്കെ? അത്രയും പരിഷ്കരിച്ച യുഗത്തിലേക്കാണ് നമ്മളെ ഈ ധാടി നിരച്ച് വയസ്സായ ഈ വയസ്സന്മാരൊക്കെ വഴിമാറിക്കൊടുത്ത് ചെറുപ്പക്കാരിങ്ങോട്ട് വരുന്ന ലോകം, അവർ വരുന്ന ലോകം, പുതിയ ലോകം വലിയ സംഭവങ്ങളിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനികൾ, കോടാനക്കോടിക്കണക്കിലുള്ള ഡോളറുകളാണ് ലോകത്ത് ഈ ആധുനിക മാർഗങ്ങളിലൂടെ ലൈംഗിക അനാചാരങ്ങൾക്ക് വേണ്ടി ലോകത്ത് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നെറ്റിലൂടെ ലോകത്തുള്ള എല്ലാ പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇന്ന് ബിദ്അത്തിന്റെ കക്ഷികൾ നമ്മുടെ മഹല്ലുകളിലേക്കൊക്കെ ഇറങ്ങി വന്ന്, വലാലത്തിന്റെ കക്ഷികൾ നമ്മുടെ മഹല്ലുകളിലേക്ക് ഇറങ്ങി വന്ന്, വീടുകളിൽ കയറി വന്ന്
സീഡികളും ലഘുലേഖകളും വിതരണം ചെയ്ത് അതിൻ്റെയൊക്കെ പുറമെ അവരെ പ്രസംഗങ്ങളും വഴിവെച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ഓരോ വീട്ടിലും ഒരു പണ്ഡിതൻ ഉണ്ടാവേണ്ട കാലഘട്ടമാണ്. പണ്ടൊക്കെ ഒരു മേഖലയില്, ഒരു ഇക്ലീമില് ഒക്കെ പണ്ഡിതന്മാരുണ്ടായാൽ മതിയായിരുന്നു. അങ്ങനെയല്ല. ഇന്ന് ഓരോ വീട്ടിലും ഓരോ പണ്ഡിതൻ വേണം. അപ്പോൾ വരുന്ന സംശയങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി ഓരോ വീട്ടിലും ഒരു പണ്ഡിതൻ വേണം. ഒരു വീട്ടിലൊരു പണ്ഡിതൻ, പുരുഷ പണ്ഡിതന്മാരുണ്ടായാൽ ചിലപ്പോൾ അവരെ ഏതെങ്കിലും വഴിക്ക് പോകും, ഗൾഫിലേക്ക് മറ്റു പോയാല് ഈ വീട്ടിൽ പിന്നെ ആരാ ഉണ്ടാവുക? അപ്പൊ പണ്ഡിത വിവരമുള്ള വനിതകൾ നമ്മളെ വീടുകളിൽ ഉണ്ടാവേണ്ടതുണ്ട്. എന്റെ ഭാര്യയുടെ ഉമ്മ മരിച്ചുപോയി, അള്ളാഹു ഖബർ സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഒരു പണ്ഡിതന്റെ മകളാണ്. അവരുടെ ഉപ്പ ഒരു പണ്ഡിതനായിരുന്നു. ഞങ്ങളുടെ അന്നത്തെ മഹല്ലായിരുന്ന അരിപ്രവുകൾ ഒരു ജുമാഅത്ത് പള്ളിയിലെ ഖതീബും ഖാദിയും മുദരിസുമായിരുന്നു. ഉണ്ണിയൻകുട്ടി മുസ്ലിയാർ എന്ന് പറയും. അദ്ദേഹം അവിടെ മുദരിസായിരുന്ന കാലത്ത് ആ പള്ളിയുടെ ഒരു ചെരുവില്, വാതിലടച്ചാൽ പിന്നെ ചെരുവിന്റെ ഭാഗത്തേക്ക് ഒരു ബന്ധം ഉണ്ടാകുമല്ലോ, ആ ചെരുവിൽ വന്നിരുന്ന് കൂടെ സ്ത്രീകളുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. അവിടെ ഇരുന്ന് കിതാബ് ഓതി പഠിച്ചിരുന്നു എന്റെ ഭാര്യയുടെ ഉമ്മ. അൽഹംദുലില്ലാഹ്, എന്റെ പെൺമക്കള്, എന്റെ മരുമക്കള്, എന്റെ ഒരു മരുമകൾ 5 കൊല്ലം വഫിയ കോളേജിൽ പഠിച്ച് കോഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ട്. മറ്റൊരു മരുമകൾ 3 വർഷം കഴിഞ്ഞ് ഒരു ഘട്ടം പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്റെ ചെറിയ മകൾ ഇപ്പോ വഫിയ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 വർഷം കഴിഞ്ഞ് എങ്ങനെയെങ്കിലും പിൻവലിക്കണം, കല്യാണം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചത് കല്യാണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പെണ്ണ് സമ്മതിക്കലില്ല. എന്താ ചെയ്യാ, മുജിബറായ വലിയ ഞാനാണ്, എനിക്ക് വേണമെങ്കിൽ കെട്ടിച്ചു കൊടുക്കാം. പക്ഷെ എനിക്ക് ആ മുലകുടി നിർത്തുന്ന മാതിരി ആ കിതാബ് ഓതി പഠിക്കാനുള്ള ആഗ്രഹം, ആ ആഗ്രഹം കൊണ്ട് ഞാൻ എനിക്ക് പൂർത്തിയാക്കണം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പിന്നെ ആ കുട്ടിനെ നമ്മൾ പിൻവലിക്കുക എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോ നമ്മളൊക്കെ അതിന് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവിടെ എന്ന് പറഞ്ഞാല് മത ഭൗതിക രണ്ടും കൂടിയിട്ടാണ്. ഇതുപോലെയുള്ള ഒരു സംവിധാനം നമ്മളെ പരിസരത്തുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അങ്ങോട്ട് അയക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് രണ്ടും കൂടിയുള്ള സ്ഥലത്തേക്ക് അയക്കേണ്ടി വന്നു. അൽഹംദുലില്ലാഹ്, ഇത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ടായി. ബഹുമാനമുള്ള സഹോദരന്മാരെ, ഈ സംവിധാനത്തിന്റെ പിന്നിൽ വളരെയധികം സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നുണ്ടെന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനികളെ, ഇൽമ് എന്ന് പറയുന്നത്, ദീനിയായ ഇൽമ് എന്ന് പറയുന്നത്, അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാത്തിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, 7 ആകാശങ്ങളെ അല്ലാഹു പടച്ചു. വമിനൽ അർളി മിസ്ലഹുന്ന, ആ 7 ആകാശങ്ങളെ പോലെ തന്നെ ഭൂമിയെയും അല്ലാഹു പടച്ചു. നാം വസിക്കുന്ന ഈ ഭൂമിയെയും അല്ലാഹു പടച്ചു എന്നൊരർത്ഥം. യതനസ്സലുൽ അംറു ബൈനഹുന്ന, അല്ലാഹുവിന്റെ കൽപ്പന അതിന്റെ ഇടയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നുവെച്ചാൽ അല്ലാഹു ഈ ലോകത്തുള്ള സകല കാര്യങ്ങളും അല്ലാഹു സൃഷ്ടിച്ച് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? എന്തിനാണ് അല്ലാഹു ഇതൊക്കെ പടച്ചത്? ഈ ആകാശങ്ങളും നക്ഷത്രങ്ങളും. 7 ആകാശങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എത്രയും നിങ്ങൾക്കറിയാമോ? 7 ആകാശങ്ങൾ എന്ന് പറഞ്ഞാൽ എത്രയാണ് അതിന്റെ വലിപ്പം? 1-ാം ആകാശത്തിന്റെ അടിയിലാണ് ഈ നക്ഷത്ര ലോകം എന്ന് പറയുന്നത്. ഇന്നാ ദയ്യന്നസ്ലാഹു, ഭംഗിയാക്കിയിട്ടുള്ളത്. നല്ലപോലെ ശ്രദ്ധിക്കണം. ഈ നക്ഷത്ര ലോകം എന്ന് പറഞ്ഞാൽ കോടി 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 നക്ഷത്രങ്ങൾ ഉണ്ട്, കണ്ടിട്ടുണ്ട് ശാസ്ത്രജ്ഞന്മാരെന്ന്. കോടി 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 അറിയുമ്പോൾ കുട്ടികൾ വിചാരിക്കും 3 കോടിയാണ്. കോടിനെ കോടിയിൽ ഗുണിച്ചിട്ട് കിട്ടുന്ന അതിന്റെ ഉത്തരത്തിൽ പിന്നെയുമാണ് ഒരു കോടി കൊണ്ട് ഗുണിക്കുക. അതായത് 1-ൽ 21 പൂജ്യത്തെ വായിക്കുന്ന സംഖ്യയാണ്, വലിയ സംഖ്യയാണ്. അത്രയും നക്ഷത്രം, ഒരു നക്ഷത്രത്തിൽ നിന്ന് മറ്റൊരു നക്ഷത്രത്തിലേക്ക് പ്രകാശവർഷങ്ങൾ, 100 കണക്കിന്, 1000 കണക്കിന്, 10,000 കണക്കിന് പ്രകാശവർഷങ്ങൾ വൈദൂരമുണ്ട്. പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡില് പ്രകാശം ഏകദേശം 3 ലക്ഷത്തോളം കിലോമീറ്റർ സഞ്ചരിക്കും.
അപ്പൊ ഒരു മിനിറ്റിലെത്രേ, ഒരു മണിക്കൂറിലെത്രേ, ഒരു ദിവസത്തിലെത്രേ, ഒരു മാസത്തിലെത്രേ, ഒരു വർഷത്തിലെത്രേ, എത്രയോ കോടി കിലോമീറ്ററുകളാണ്, കോടാനകോടി കിലോമീറ്ററുകളാണ് ഒരു വർഷത്തിൽ പ്രകാശം സഞ്ചരിക്കുന്നത്. അങ്ങനത്തെ കോടിക്കണക്കിന് കിലോമീറ്ററുകളാണ് പ്രകാശ വർഷങ്ങളാ ഒന്നൊന്നുക്കുള്ള ദൂരം. അങ്ങനത്തെ കോടി 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 നക്ഷത്രങ്ങൾ. എത്ര ഈ നക്ഷത്ര ലോകത്തിന്റെ തന്നെ വിശാലത എത്ര! അടുത്ത കാലത്ത് പത്രത്തിൽ റിപ്പോർട്ട് കണ്ടു, 3000 കോടി കിലോ പ്രകാശ വർഷങ്ങൾക്ക് അപ്പുറം ഒരു നക്ഷത്ര സമൂഹം കണ്ടു എന്ന്. സുബ്ഹാനല്ലാഹ്. അതിന്റെ അപ്പുറമാണ് ആകാശമുള്ളത് കേട്ടോ. അങ്ങനത്തെ 7 ആകാശങ്ങൾ, അതിന്റെയൊക്കെ വലുപ്പത്ര എത്ര ഈ ലോകം. ഇതൊക്കെ അള്ളാഹു പടങ്ങൾ അറിയാൻ വേണ്ടി, നിങ്ങൾക്ക് ഇൽമുണ്ടാകാൻ വേണ്ടി, നിങ്ങൾക്ക് മഅരിഫത്തും അറിവും ഉണ്ടാകാൻ വേണ്ടി, ലിതഅലമൂ അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടാകാൻ വേണ്ടി, വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ, അല്ലാഹുവിന്റെ മഹീതായ ഇൽമിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇൽമുണ്ടാകാൻ വേണ്ടി അതൊക്കെ അള്ളാഹു പഠിച്ചത്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഇൽമ്. വേറൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു, ദീനിയാഹു ഫിദ്ദീൻ, ബഹുമാനപ്പെട്ട സഹാബത്തിൽ നിന്ന്, ഓരോ കബീലയിൽ നിന്നും, ഓരോ ഗോത്രത്തിൽ നിന്നും ബാങ്ക് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് പൂർത്തിയാക്കാം ഇൻഷാ അല്ലാഹ്. കുറഞ്ഞ നേരെ ഇരിക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. أشهد أن لا أشهد أن محمدا رسول الله. لا حول ولا قوة إلا لا حول ولا قوة إلا بالله العلي العظيم. الله الله لا إله إلا الله. اللهم رب هذه الدعوة التامة والصلاة القائمة محمد الوسيلة والفضيلة والدرجة الرفيعة والدرجة المقامة إنك لا تفلح. فلولا نفر من كل فرقة منهم. ഖുർആനിൽ അല്ലാഹു പറയുന്നു, സഹാബത്തിൽ നിന്ന്, ഓരോ കബീല ഗോത്രങ്ങളിൽ നിന്നും ഓരോ വിഭാഗം ആളുകൾ എന്തുകൊണ്ടാ പോകാത്ത ഇലാ ഹദ്റത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ സാന്നിധ്യത്തിലേക്ക്, മദീന പള്ളിയിലുള്ള ദീനിയായ ഇൽമു പഠിപ്പിക്കുന്ന ദർസ, വഹി അപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സഹാബത്തിന് പഠിപ്പിക്കുക. ആ ഹദ്റത്തിലേക്ക് എന്താ എല്ലാ കുടുംബത്തിൽ നിന്നും ഓരോ തായിഫത്ത് പോകണം.
ലിയതഫഖഹു ഫിദ്ദീൻ, ഫിദ്ദീൻ അവിടെയാണ് അടിവരേണ്ടത്. ലിയതഫഖഹു ഫിദ്ദീൻ, ദീനിയായ ഇൽമു പഠിക്കാൻ വേണ്ടി. ലിയതഫഖഹു എന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല, ലിയതഫഖഹു ഫിദ്ദീൻ. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ല, അവിടെ ആണെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല. മൻ യുരിദില്ലാഹു, ഒരാളെ കൊണ്ട് അല്ലാഹു ഖൈറിനെ ഉദ്ദേശിച്ചു, ഐ ഖൈറൻ അദീമ. ഇബ്നു ഹജർ തങ്ങൾ റഫീൽ പറയുന്നു, ഏറ്റവും വലിയ ഖൈർ അല്ലാഹു ഉദ്ദേശിച്ചാൽ യുഫഖിഹുഹു ഫിദ്ദീൻ, യുഫഖിഹുഹു ഫിദ്ദീൻ, ദീനിയായ ഇൽമു അവനിക്ക് പഠിപ്പിച്ചു കൊടുക്കും. അപ്പോ അതാണ് ദീനിയായ ഇൽമു. ഫൈനൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വാഅത്ത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി തങ്ങൾ പറയുന്നു, ദീനിയായ ഇൽമു കൊണ്ട് ഒരാൾ ശുഗലാകൽ ഏറ്റവും വലിയ ത്വാഅത്തുകളിൽപ്പെട്ടതാണ്, ഇബാദത്തുകളിൽപ്പെട്ടതാണ്. അപ്പോ നമ്മളുടെ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് ഇൽമു പഠിക്കാൻ വേണ്ടി, ദീനിയായ ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ഥാപനം, അത് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയ ഒരു തൗഫീഖാണ്. അതിന്റെ നടത്തിപ്പുകാരായ ആളുകൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിന്റെ പെൺകുട്ടികളുടെ സ്ഥാപനമായതുകൊണ്ട് SLC കഴിഞ്ഞ, പ്ലസ് ടു കഴിഞ്ഞ മുതിർന്ന പെൺകുട്ടികളാണ്, പ്രായപൂർത്തിയായവരാണ്. അപ്പൊ അവർക്ക് എവിടെ വെച്ച് പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം, അധ്യാപകന്മാരെങ്ങനെയൊക്കെ ആവണം, അവരുടെ ഇരുത്തങ്ങളും ചിട്ടകളൊക്കെ എങ്ങനെയായിരിക്കണം, എന്തൊക്കെയാണ് അവർക്ക് പഠിപ്പിക്കേണ്ട സിലബസിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ്. ബഹുമാനപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളിൽ സെക്രട്ടറി അടക്കമുള്ള ചിലരുമായി ഞാനിവിടെ വന്ന് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വന്യരായ ഇതിന് നേതൃത്വം വഹിക്കുന്ന ഇതിന്റെ മാനേജർ, പ്രിൻസിപ്പാൾ തുടങ്ങിയുള്ള ബന്ധപ്പെട്ട പണ്ഡിതന്മാരും കമ്മിറ്റി ഭാരവാഹികളും വളരെ ആലോചിച്ച് ചിന്തിച്ചുകൊണ്ട് ഒക്കെ ആയിരിക്കണം അത് കൈകാര്യം ചെയ്യേണ്ടതെന്ന് മാത്രം ചുരുക്കി പറയുകയാണ്. 3 കൊല്ലത്തെ കോഴ്സാണ്. ആ 3 കൊല്ലം എന്നുള്ളത് ചിലപ്പോൾ ചില പെൺകുട്ടികൾക്കിടയിൽ പോകേണ്ടി വരും. വന്നാൽ അവരെ നിർബന്ധിപ്പിക്കാനൊന്നും കഴിയൂലല്ലോ. നിർബന്ധ ഘട്ടങ്ങളിൽ ചിലപ്പോൾ പോകേണ്ടി വരും. പരമാവധി 3 കൊല്ലത്തെ കോഴ്സ് പൂർത്തിയാക്കാൻ വേണ്ടി രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് ബോധവൽക്കരണം നടത്തി പൂർത്തിയാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാവിയിൽ ഉപരിപഠനം ഉദ്ദേശിക്കുന്ന, അതിൽ നിന്ന് തന്നെ ഒരു ബാച്ച് ഉപരിപഠനത്തിന് തയ്യാറാവുകയാണെങ്കിൽ 5 കൊല്ലത്തെ കോഴ്സും കൂടി തുടങ്ങാനുള്ള ഒരവസരമുണ്ടാവുകയാണെങ്കിൽ അതിനും കൂടി തയ്യാറാവണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഉപദേശിക്കുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പ്രഗത്ഭനായ മെമ്പറും ഈ മേഖലയിലെ പ്രവർത്തകനും സുന്നി പ്രവർത്തകനുമായ ശൈഖുന ജബ്ബാർ ഹസ്രത്ത് അവറുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും സിഹത്തും ഖുവത്തും ജാസ്തിയാക്കി കൊടുക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മളോട് നടന്ന ഉദ്ഘാടനം വളരെ മുബാറക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മൾക്ക് ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് ചർച്ചകൾ നടത്താനും നിങ്ങളോടുകൂടെ സഹകരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എനിക്ക് ഈ വഴുകിയ ഞാന് നമ്മുടെ സഹോദരന്മാർക്കൊക്കെ നേരത്തെ സംസാരിക്കാൻ വേണ്ടിയാണ് ഒഴിഞ്ഞു കൊടുത്തു. ഞാൻ ഇനി കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും ബാങ്കൊടുത്ത ഈ സമയത്ത്, വഴുകിയ ഈ വേളയിൽ നിങ്ങളെല്ലാവരെയും ഈ വളരെ സന്തോഷത്തോടുകൂടെ ഇവിടെ ഒരുമിച്ചുകൂടി നിങ്ങളുടെ മുഖം നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആ മനസ്സിന്റെ ഉള്ളിലുള്ള നിങ്ങളുടെ ആവേശവും സന്തോഷവും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ആവേശവും സന്തോഷവും ഈ നല്ല മനസ്ഥിതി നമ്മളിൽ അല്ലാഹു നിലനിർത്തി തെരുമാറാവട്ടെ. ബഹുമാനപ്പെട്ട മഹാന്മാരുടെ ഏതെല്ലാം മഹാന്മാർക്ക് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് ശൈഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അലി തങ്ങൾ വരെയുള്ള ഏതെല്ലാം മഹാന്മാർക്കൊക്കെ എന്നോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആമീൻ ചൊല്ലുകയും ചെയ്തു.
ആ മഹാന്മാരുടെ ഒക്കെ അകത്തെ കൂടുതൽ കൂടുതൽ അള്ളാഹു ഉയർത്തുമാറാവട്ടെ. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ ഇതിനെ നിലനിർത്തുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ഷിആർ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആ യഥാർത്ഥമായ അഖീദയും അതിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കാനും നമ്മുടെ വനിതാ ലോകത്ത് വലിയ ഒരുപാട് പണ്ഡിതകളെ നമ്മൾ വാർത്തെടുക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ സ്ഥാപനത്തിൽ ചേർന്നിട്ടുള്ള നമ്മുടെ പെൺകുട്ടികൾക്ക്, വിദ്യാർത്ഥിനികൾക്ക് അള്ളാഹു നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഗ്രാഹ്യശക്തിയും സ്ഥിരോത്സാഹവും ഇൽമിനോടും ദീനിനോടുമുള്ള മഹബത്തും അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് ഈ കോളേജ് ഒരു ആത്മീയത ഉൾക്കൊള്ളുന്ന ഒരു സ്ഥാപനമായി ഈ സ്ഥാപനം നിലനിൽക്കുകയും അതിലൂടെ ആത്മീയമായ ഒരു വലിയ പുരോഗതിയുള്ള പണ്ഡിതകളാക്കി അള്ളാഹു അവരെ മാറ്റുകയും ചെയ്യുമാറാവട്ടെ. അവർക്കൊക്കെ അള്ളാഹു തആല അവരുടെ വൈവാഹിക ജീവിതത്തിലും അവർക്കൊക്കെ നല്ല അനുയോജ്യമായ നല്ല ഭർത്താക്കന്മാർ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ വൈവാഹിക ജീവിതം ഭാവിയിൽ അള്ളാഹു സുഖകരമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെ വിവാഹം ചെയ്തു കൊടുക്കാൻ അവരുടെ രക്ഷിതാക്കൾക്ക് അള്ളാഹു തൗഫീഖും സഹ്ലും യുസ്റും നൽകിയ തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ സമൂഹത്തിന് ഇൽമ് പകർത്തി കൊടുക്കാനും പഠിച്ചതുകൊണ്ട് അമൽ ചെയ്യാനും അവരുടെ ഇൽമ് തെറ്റുകൂടാതെ പകർത്തി കൊടുക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ചട്ടക്കൂട്ടിന്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കാനും വിജയിപ്പിക്കാനും അല്ലാഹു നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മളെയും ബന്ധപ്പെട്ടവരെയും മഹാന്മാരോടുകൂടെ ജന്നാത്ത് നഈമിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി പെരുമാറാവട്ടെ. ദുആ ചെയ്തുകൊണ്ട് ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള ഈ ചെറിയ എന്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് പ്രത്യേകം വസീയത്ത് ചെയ്യുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.